ഹലോ ട്രേഡേഴ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ക്ലോസിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ വലിയൊരു നാടകമാണ് അരങ്ങേറിയത്. നാടകത്തിലെ നായകൻ ട്രംപ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ ഏകദേശം 18 ബില്യൺ US$ സെൽ ഓഫാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റ് അതിന് വലിയ കനത്ത വില നൽകേണ്ടി വന്നില്ല. കാരണം സൺഡേ ഈവനിങ് വീണ്ടും ട്രംപ് ചൈനക്ക് അനുകൂലമായി അല്ലെങ്കിൽ ചൈനയെ ഹേർട്ട് ചെയ്യാനായിട്ടുള്ള പദ്ധതികൾ ഇല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കാരണം മാർക്കറ്റുകൾ റിക്കവറായി, ഇന്ത്യൻ മാർക്കറ്റും റിക്കവറായി. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഓട്ടോ സെക്ടേഴ്സാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ സെൽ ഓഫിന് കുറച്ചെങ്കിലും പ്രതിരോധം തീർത്തത്. കാരണം പുതിയ വെഹിക്കിൾ രജിസ്ട്രേഷൻ അത് അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ടെന്നുള്ള ന്യൂസ്. കൂടാതെ പവർ സെക്ടേഴ്സ്, ഇന്ത്യയുടെ പവർ മിനിസ്ട്രി പുതിയ ഇലക്ട്രിസിറ്റി ഡ്രാഫ്റ്റ് ബില്ല് പുറത്തുവിട്ടു. അതിനെ തുടർന്ന് ടോറൻറ്റ് പവർ ഉൾപ്പെടെയുള്ള പവർ സെക്ടേഴ്സിന് ഗുണം ചെയ്തു. നെഗറ്റീവായിട്ട് പോയിട്ടുള്ളത് ഐഡിയയുടെ AGR ഡ്യൂ ഹിയറിങ് ഒക്ടോബർ 27 മാറ്റി വെച്ചതുകൊണ്ട് ഐഡിയ സ്ലൈറ്റ്ലി ഒന്ന് ഫോളോ ചെയ്തു. ഇനി പ്ലസ് ആയിട്ടുള്ളത് നമ്മുടെ WPI ഇൻഫ്ലേഷൻ ഡേറ്റ, നമ്മുടെ ഭക്ഷ്യ വിലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇൻഫ്ലേഷൻ അത് ലോവസ്റ്റ് ആണ്. 1.54 എന്ന് പറയുന്നത് 2017 ശേഷം ഉള്ള ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ ഡേറ്റയാണ് നമുക്ക് വന്നിട്ടുള്ളത്. IPO വരുമ്പോൾ എല്ലാ ആൾക്കാരും കാത്തിരുന്ന ടാറ്റ ക്യാപിറ്റൽ IPO 15,500 കോടി രൂപയുടെ IPO വളരെ ചെറിയൊരു ലിസ്റ്റിംഗ് ഗെയിൻ മാത്രം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ IPOയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാമെന്ന് അറിയാനായിട്ട് നമുക്ക് മുമ്പേ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്ത ആളുകൾ ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അവിടെ നമ്മൾ ചെറിയ ഷോർട്സ് വീഡിയോസ് ഇടുന്നുണ്ട്. ഇനി BSE സ്റ്റോക്കുകളിൽ നിന്ന് ഗെയിൻ രേഖപ്പെടുത്തിയ ഓപ്ഷൻ്റെ എക്സ്പയറീസ് എല്ലാം തന്നെ തൽക്കാലം മാറ്റാൻ ഉള്ള പദ്ധതികളില്ല. ഇതുപോലെയുള്ള വീക്കിലി എക്സ്പയറീസ് നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും ഉണ്ടാകുമെന്നുള്ളൊരു പ്രസ്താവനയാണ് BSEക്ക് ഗുണകരമായത്. ഫസ്റ്റീവ് സീസൺ വരികയാണ്. ഈവൻ ഗോൾഡ് ഇത്ര ഹയർ പ്രൈസ് ആയിട്ട് പോലും സെൻ ഡയമണ്ട് പോലെയുള്ള കമ്പനീസ് പറയുന്നത് ഏകദേശം 5 to 7% ഒരു ഡിമാൻഡ് പൊട്ടൻഷ്യൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെ നിഫ്റ്റി ഇന്ന് റിക്കവറി രേഖപ്പെടുത്തി. ചാർട്ട് കാണാം, ഗ്യാപ് ഡൗൺ, ഫ്രൈഡേ ക്ലോസ് കാണാം, ഗ്യാപ് ഡൗൺ കാണാം. അതിനുശേഷം ഇന്നത്തെ ആ ഒരു ഓപ്പണിംഗ് റേഞ്ച് തന്നെ 27,237, ഏകദേശം ഒരു 57 പോയിൻറ്റിൻ്റെ ഒരു ഫോള്. അദാനി പോർട്ട്, ബജാജ് ഓട്ടോ, ബജാജ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, ഇൻഡിഗോ തുടങ്ങിയ കമ്പനീസ് നേട്ടം കൈവരിച്ചപ്പോൾ ടാറ്റ മോട്ടോഴ്സ്, ഇൻഫോസിസ്, പവർ ഗ്രിഡ്, HCL, വിപ്രോ തുടങ്ങിയ കമ്പനീസിൽ സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 2 യൂറോപ്യൻ മാർക്കറ്റ് ഉണ്ട്, പ്ലസ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്പൈക്ക് ചെയ്തു 8.8%. ഇന്ത്യ വിക്സ് ഇപ്പോൾ ഉള്ളത് 10.99 ആണ്. അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റ് ഒരു ഫ്ലാറ്റായ അവസ്ഥ. ഗോൾഡ് കാണാം. ഇന്ന് ഒരു സിംഗിൾ ഡേ കൊണ്ട് $56 ഒരു സ്പൈക്ക് കാണാം. ഓൾമോസ്റ്റ് മിഡിലായിട്ട് XAU/USD കാണാം. അതിന് മുകളിലുള്ള ബ്രന്റ് ഓയിൽ 63. അതിന് മുകളിലുള്ള ബിറ്റ്കോയിൻ 2000 പോയിന്റ് ഉയർന്ന് ഡോ ഫ്യൂച്ചർ 300 പോയിന്റ് ഒരു റാലിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഗോൾഡ് ഈവൻ ഹൈ ആയിട്ട് പോലും വീണ്ടും കയറിയതിൻ്റെ കാരണം ഈ നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റ് അത്ര സ്റ്റേബിൾ ആകാത്തത് കൊണ്ടാണ്. അപ്പോൾ ഗോൾഡിൽ ഒരു കറക്ഷൻ ഉണ്ടാകും എന്ന് കരുതി ഗോൾഡിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ അതായിരുന്നു പോസ്റ്റ്, ഗോൾഡിൽ കറക്ഷൻ ഉണ്ടാകും, എല്ലാ ആൾക്കാരും ഷോർട്ട് ചെയ്തു ഗോൾഡിനെ. ഇപ്പോൾ കാണാം ഗോൾഡ് $56 ഉയർന്നിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഓപ്പൺ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്യാം. ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാം. നിഫ്റ്റി 25,227 സ്പോട്ടുള്ളത്. PCR ഏറ്റവും ടോപ്പിൽ റൈറ്റ് കോർണറിൽ 1 ആയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 1.4 ആയിരുന്നു. അപ്പോൾ ആളുകൾ അതീവ ബുള്ളിഷായ ഒരു അവസ്ഥയിൽ നിന്ന് പതിയെ ഒന്ന് പിൻവാങ്ങിയെങ്കിൽ കൂടിയും 22,200 മേജർ റെസിസ്റ്റൻസ് സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നാളെയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ നിങ്ങൾ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് നമ്മൾ ഗ്ലോബൽ കാര്യങ്ങൾ, ലോക്കൽ ഗ്ലോബൽ ക്യൂസുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്കുകളുടെ വാർത്തകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബൈസെൽ റെക്കമെൻഡേഷനൊന്നും കൊടുക്കാറില്ല. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് മാർക്കറ്റിൽ ഉള്ള വാർത്തകൾ കൃത്യമായിട്ട് അറിയണം. നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന് എന്താണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ്, ഈവൻ ട്രേഡ് ചെയ്തെങ്കിൽ കൂടിയും എന്താ ലോകത്ത് നടക്കുന്നതിനെക്കുറിച്ചിട്ടുള്ള ധാരണകൾ നമുക്ക് ഉണ്ടാവേണ്ടത് നല്ലതാണ്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കംഫർട്ടബിൾ ആകുന്ന രീതിയിലാണ് നമ്മൾ ന്യൂസുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനും പഠിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.
സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആനന്ദ് രതി എന്ന് പറയുന്ന കമ്പനിയുടെ റിസൾട്ട് വന്നത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഇവർ നെറ്റ് പ്രോഫിറ്റ് വന്നപ്പോൾ 30% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവുണ്ടായി. 99 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 76 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. ഹീറോ മോട്ടോ കോർപ്പ് ഇറ്റലിയിൽ അവർ അവിടെയുള്ള പെൽപി എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ടൊരു പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. താജ് കമ്പനി 20 വർഷത്തെ ഒരു ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു കോൺട്രാക്റ്റ് കമ്പനി സൈൻ ചെയ്തിട്ടുണ്ട്. L&T കമ്പനി മിഡിൽ ഈസ്റ്റിൽ നിന്ന് 5000 കോടി രൂപയുടെ ഓർഡർ കിട്ടി. കെഫിൻ ടെക്നോളജി കമ്പനി ഇവരെ ഒരു അപ്ഗ്രേഡ് ചെയ്തു. US ബേസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം കെഫിനെ അപ്ഗ്രേഡ് ചെയ്തു. HCL ടെക് നെറ്റ് പ്രോഫിറ്റ് വന്നു 3840 കോടി രൂപയിൽ നിന്ന് 4235 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. കമ്പനി 12 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഡാൽമിയ ഭാരത് കമ്പനി 500 കോടി രൂപയുടെ സിമെൻറ്റ് ഫാക്ടറി അവർ ബിസിനസ് അക്യൂർ ചെയ്തു. ലാൻഡ്മാർക്ക് കാർ കമ്പനി 30% റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. യുണൈറ്റഡ് ഡ്രില്ലിംഗ് കമ്പനി 114 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. CEO ഇൻഫോ സിസ്റ്റം കമ്പനി മാപ്മൈ ഇന്ത്യ ഇന്ത്യൻ റെയിൽവേ അവർ ടൈപ്പ് ആയിട്ടുണ്ട്. ഇൻഫോയുടെ പാരൻറ്റ് കമ്പനിയാണ് മാപ്മൈ ഇന്ത്യ. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ജെഫ്രീസ് എന്ന് പറഞ്ഞ കമ്പനി അപ്ഗ്രേഡ് ചെയ്തു. MTAR ടെക് അദാനി ഡിഫൻസ് ആയിട്ട് ഒരു പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. ഏഷ്യൻ പെയിൻറ്റ് ഫുജേറയിൽ ഇവിടെ പുതിയ പ്ലാന്റിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു. ഹിന്ദുജ ഗ്ലോബൽ കമ്പനി മനില, എനിക്ക് തോന്നുന്നു ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമാണ് മനില, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ ഈ ഹിന്ദുജ ഗ്ലോബൽ ഒരു ബിസിനസ് പുതിയ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. അദാനി പോർട്ട് കമ്പനി ഇവർ ഇൻവെസ്റ്റെക് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് പുതിയ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു എന്നുള്ളതാണ് നമുക്കിപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പല ഇൻവെസ്റ്റേഴ്സ് സ്ഥാപനങ്ങളും അല്ലെങ്കിൽ പല ആളുകളും ഈ വർഷം മാർക്കറ്റ് ക്രാഷാണ് എന്നുള്ള രീതിയിലുള്ള പ്രവചനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള പ്രവചനങ്ങളിലേക്ക് മുതിരാറില്ലെങ്കിൽ കൂടി US മാർക്കറ്റ് അത് ഓൾ ടൈം ഹൈ ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ മാർക്കറ്റ് ക്രാഷാകുമ്പോൾ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് ക്രാഷാകുമ്പോൾ ആളുകളൊരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കാണുന്നത് ഗോൾഡിനെയാണ്. എന്നാലോ ഗോൾഡും ഇപ്പോൾ ഓൾ ടൈം ഹൈ ആണ് എന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ ജസ്റ്റ് ഒന്ന് വെക്കുക. അതായത് മാർക്കറ്റ് ക്രാഷ്, ഇൻ കേസ് ഇക്വിറ്റി മാർക്കറ്റ് ക്രാഷ് ആയാൽ എന്നാൽ പിന്നെ ഗോൾഡിലേക്ക് ഒന്ന് ബൈ നടത്താം എന്നുള്ള രീതിയിൽ നമ്മൾ ഗോൾഡിനെ അപ്രോച്ച് ചെയ്യുമ്പോഴോ ഗോൾഡ് അതിനും വലിയ ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ആ രണ്ട് ഘടകങ്ങളും ഒന്ന് ഫാക്ടർ ഇൻ ചെയ്യുക എന്നുള്ളത് ആണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഡെപ്റ്റ് ഫണ്ടുകൾക്കുള്ള അലോക്കേഷൻ ഒന്ന് വർദ്ധിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അവ മാർക്കറ്റ് ക്രാഷ് ആവുന്നത് പോലെ ക്രാഷ് ആവില്ല. നമുക്കൊരു ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഡെപ്റ്റ് ഫണ്ടുകൾ നമ്മൾ മാർക്കറ്റിൽ സുലഭമാണ്. അത് പ്ലഡ്ജ് ചെയ്യുമ്പോൾ അത് ലിക്വിഡ് കൊളാട്രലായിട്ടും പല ബ്രോക്കേഴ്സും അത് അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിയാത്ത ആളുകൾ നമ്മൾ വീഡിയോസ് പലത് ചെയ്തിട്ടുണ്ട്. നോളജ് ഗെയിൻ ചെയ്യുക. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷനായിട്ട് കാണാം. താങ്ക് യു.